ഈ മൻമോഹൻ സിംഗിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം സാമ്പത്തിക രംഗത്തുണ്ടാക്കിയിട്ടുള്ള വിപ്ലവത്തെപ്പറ്റി സാമ്പത്തിക രംഗത്തെ പരിഷ്കരണത്തെപ്പറ്റി ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നൂതനമായിട്ടുള്ള ആശയങ്ങൾ അത് കൊണ്ടുവരികയും ആ തരത്തിൽ തന്നെ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാമ്പത്തിക രംഗത്തെ വിദഗ്ധനെയാണ് കൂടിയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമാകുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തെ അനുശോചിച്ചുകൊണ്ടുള്ള പോസ്റ്റ് നമ്മളിപ്പോൾ ഇപ്പോൾ വായിച്ചു. മൻമോഹൻ സിംഗിനെ നമ്മൾ എപ്പോഴും കണ്ടത് സൗമ്യനായിട്ടാണ്. ഇത്രമേൽ സൗമ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുള്ളൂ. ഒരു പക്ഷേ നമുക്ക് അല്പം സംശയത്തോടെ മാത്രമേ മറുപടി പറയാനാകൂ. ആ തരത്തിൽ ലാളിത്യവും സൗമ്യതയും വിനയവും ഒക്കെ എപ്പോഴും കൈമുതലാക്കിയിട്ടുള്ള ഒരു മഹാനു കൂടിയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ സൗമ്യതയെ, ആ മൗനത്തെയൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും വിമർശന ശരങ്ങളാൽ പ്രതിപക്ഷത്തുള്ള ആളുകൾ ആ തരത്തിൽ നോക്കിക്കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മൻമോഹൻ സിംഗ് അടയാളപ്പെടുത്തി പോകുന്നത് ആ തരത്തിൽ കൂടി വലിയ ബഹളവും വലിയ കോലാഹലങ്ങൾക്ക് അപ്പുറത്തേക്ക് ചെയ്തു വെച്ച കാര്യങ്ങളാൽ കൂടി അയാൾ നമ്മുടെ രാജ്യത്ത് ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തി പോവുക കൂടി ചെയ്യുകയാണ്. പി ബസന്ത് കൂടിയുണ്ട്. ബസന്ത്, അതാണ് മൻമോഹൻ സിംഗിന്റെ ഈ സൗമ്യത, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികൾ, ആ തരത്തിൽ ഒരു പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ ആ തരത്തിൽ കാണുന്ന അദ്ദേഹം വരുമ്പോഴാണ് എങ്ങനെയാണ് അങ്ങനെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്? എങ്ങനെയാണ് ആ തരത്തിൽ നോക്കിക്കാണേണ്ടത്? നമുക്കിപ്പോൾ ഏറ്റവും രാഷ്ട്രീയ രംഗത്ത് കേൾക്കുന്ന ഒരു വാക്കാണ് ജുംല എന്നുള്ളത്, അല്ലെങ്കിൽ തട്ടിപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ വ്യാജമായ പ്രഖ്യാപനങ്ങൾ എന്നുള്ളത്. അത്തരം ഒരു പ്രഖ്യാപനങ്ങളൊന്നും നടത്താത്ത, വളരെ കൃത്യമായി കാര്യങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യാതൊരുവിധ വലിയ പ്രഖ്യാപനങ്ങളോ വാവിട്ടുള്ള അലറലുകളോ ഒന്നുമില്ലാതെ വളരെ ശാന്തനായി മൗനത്തോടുകൂടി കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അതിൽ അദ്ദേഹത്തിനെ നമ്മൾ അത് അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം വളരെ ശാന്തമായി ആരും അറിയാതെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആ കഴിഞ്ഞ UPA സർക്കാരിൻ്റെ 10 കൊല്ലത്തെ നേട്ടം നമ്മൾ എടുക്കുകയാണെങ്കിൽ. ഒരുപക്ഷെ സാമൂഹികമായി തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നത് മൻമോഹൻ സിംഗിൻ്റെ സർക്കാരായിരുന്നു. വലിയ തോതിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അതിൽ ഏറ്റവും എടുത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഗ്ലാമറിന് പിറകിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള വലിയ ഗ്ലാമറായിട്ടുള്ള ഒരു കാഴ്ച വരുന്ന ഒരുക്കലുകൾക്ക് അദ്ദേഹം നിന്നുകൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം വളരെ ഒതുങ്ങി ഉള്ള ഒരു പ്രധാനമന്ത്രി പദമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം ചിലപ്പോൾ പരാജയമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങൾക്ക് ആൾക്കൂട്ടം വരില്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങൾ ചിലപ്പോൾ 1000 പേരോ 2000 പേരോ മാത്രം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അപ്പോഴും മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ ഈ രാജ്യത്തെ നയിച്ചിരുന്നപ്പോൾ രാജ്യത്ത് സാമ്പത്തിക സ്ഥിരത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ വളരെ ലഘൂകരിച്ച് നമുക്ക് പറയാൻ കഴിയും. സാധാരണ ജനങ്ങളുടെ കൈവശം പണമുണ്ടായിരുന്നു എന്നുള്ളത് വലിയ തോതിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്പോളം തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴത്തേക്കും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. എല്ലാ മേഖലകളിലും ഒരു ഉദാരവൽക്കരണ നയം കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. ആ അടിത്തറയുടെ പുറത്താണ് പിന്നീട് വന്ന സർക്കാരുകളൊക്കെ തന്നെ ഭരിച്ചിരുന്നത് എന്നുള്ളത്. അത് നരസിംഹറാവുവിൻ്റെ സമയത്ത് തുടങ്ങിയ ആ ഉദാരവൽക്കരണം വാജ്പേയി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി. അത് പിന്നീട് വീണ്ടും UPA സർക്കാർ 2 തവണ വന്നപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ NDA സർക്കാരും അത് വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഒരു ഉദാരവൽക്കരണ നയത്തിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മാറ്റിമറിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എത്രത്തോളം പിന്തുണ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നു എന്നുള്ളത് ഒരു അംഗീകരിച്ചു കൊടുക്കേണ്ട ഘടകമാണ്. പക്ഷേ അപ്പോഴും എല്ലാ തവണയും വിമർശനത്തിന് വിധേയമാകുന്ന രാഹുൽ ഗാന്ധിയുടെ ആ പ്രവർത്തനം, അതായത് ഒരു ബില്ല് വലിച്ചു കീറുന്ന ഒരു സാഹചര്യം, അതൊരു പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അധികാര പദത്തെ ചോദ്യം ചെയ്യുന്നതും പിന്നീട് ഇപ്പോഴടക്കം വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബാഹ്യ ശക്തികളുടെ നിയന്ത്രണത്തിലായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് വരുന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചത് അത്തരത്തിലുള്ള ചില നീക്കങ്ങളായിരുന്നു. ഏറ്റവും ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ പല പഴികളും അദ്ദേഹം കേട്ടിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ പാവ എന്ന പഴി അദ്ദേഹം കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, ഒരു തരത്തിലും ഒരിക്കലും അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കാനോ ഒരു അഴിമതിയുടെ ലാഞ്ചന പോലും, ഒരു കറ പോലും പുരളാത്തൊരു വ്യക്തിത്വമാണ്. പക്ഷേ സഖ്യകക്ഷികളുടെ അഴിമതിയുടെ പാപഭാരം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. തീർച്ചയായും ഞാനതാ പറഞ്ഞത്. ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എടുക്കേണ്ടത്, നരേന്ദ്രമോദിയുടെ. ഒരു പക്ഷേ പൂർണ്ണമായ നിയന്ത്രണം മന്ത്രിസഭയുടെ മേലും മന്ത്രിമാരുടെ മേലും അവരുടെ നയങ്ങളുടെ മേലും ഒക്കെ ഉള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്.